ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നോക്കിയാൽ 3² × 3⁴ അല്ലേ, 3⁴ × 3⁴. രണ്ടും സെയിം അല്ല, ഇത് 3 ആണ് ഇതും 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആ 3 അങ്ങോട്ട് എഴുതുക. രണ്ട് സെയിം ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 അങ്ങോട്ട് എഴുതുക. എന്നിട്ട് എന്താക്കുക, ഈ പവറുകൾ തമ്മിൽ അങ്ങ് കൂട്ടുക. 2 + 4 6. ഓക്കെ, അപ്പോൾ പവർ ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ 3² × 3⁴ എന്നാണെങ്കിൽ ഇത് രണ്ടും സെയിം ആവണം. ആ സെയിം ആണെങ്കിൽ ഇവിടെ 3 എന്ന് എഴുതുക. എന്നിട്ട് പവർ എന്താണ് അത് തമ്മിൽ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 2 + 4 6. അപ്പോൾ 3⁶ ആണ് കിട്ടുക നമുക്ക് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇൻ മൾട്ടിപ്ലൈങ് 2 powers of a number the exponent should be added. എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 powers of a number മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ എക്സ്പൊണൻറ്റ് കൂട്ടിയാൽ മതി കേട്ടോ, അതിൻ്റെ പവർ കൂട്ടിയാൽ മതി. പിന്നെ നോക്കൂ, x⁻m × x⁻n ആണ് അല്ലേ, x ആണ് അല്ലേ, മുകളിൽ പവർ m ഉം n ഉം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, എക്സിന് എഴുതുക. പിന്നെ റേസ് ടു എന്താണ്, ഇത് രണ്ടും കൂട്ടി m + n അല്ലേ. ഫോർ ഓൾ നമ്പേഴ്സ് x and all natural numbers m and n. m n നാച്ചുറൽ നമ്പേഴ്സ് ആവുകയും വേണം അല്ലേ. എല്ലാ നാച്ചുറൽ നമ്പർ m n എല്ലാ ഏത് നാച്ചുറൽ നമ്പർ ആയാലും അത് നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ നോക്കിയേ 3² × 3⁵ × 3⁴ ആണ് അല്ലേ. അപ്പോൾ എത്ര പവർ ആയിക്കോട്ടെ, എത്ര ഇൻറ്റു ആയിക്കോട്ടെ, എന്താണ് സെയിം നമ്പർ ആണ്. ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഒരു 3 അങ്ങോട്ട് ആദ്യം എഴുതുക അല്ലേ. എന്നിട്ട് മുകളിലത്തെ പവർ നമ്മൾ കൂട്ടുക. 2 + 5 + 4 അല്ലേ. അപ്പോൾ 2 + 5 എത്രയാണ്, 7 ആണ് അല്ലേ. പിന്നെ +4 എത്രയാണ്, 11, 3⁻11 അല്ലേ. അപ്പോൾ ഇത് സെയിം ആവണേ. ഇവിടെ 2 ആണെങ്കിൽ പറ്റൂല കേട്ടോ. ഒന്ന് 2 ഒന്ന് 3 ആണെങ്കിൽ പറ്റൂല. ഇതൊക്കെ 3 ആയതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ അതിൻ്റെ പവർ തമ്മിൽ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 3² × 3⁵ × 3⁴ എന്ന് പറയുമ്പോൾ 3⁻2 + 5 + 4 എന്ന് എഴുതുക. അപ്പോൾ 2 + 5 7, 7 + 4 11, 3⁻11 എന്ന് എഴുതുക കേട്ടോ. ദെൻ ഇവിടെ നോക്കൂ, 96 × 144 ആണ് അല്ലേ, 144 ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനെ എന്താക്കണം, നിങ്ങൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട രീതി അറിയാലോ അല്ലേ. അപ്പം എന്താണ്, ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 × 2 × 2 × 2 × 2 × 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്താക്കുക, 2 എത്ര ഉണ്ട് നോക്കുക. 2 ആദ്യം എഴുതുക. എന്നിട്ട് എന്താക്കുക, 2 എത്ര ഉണ്ട് നോക്കുക. 1 2 3 4 5 ആണ് അല്ലേ. അപ്പോൾ എന്താണ് പവർ 5 എന്ന് എഴുതുക. ഇൻറ്റു പിന്നെ ഇവിടെ 3 കിടക്കില്ല, 3 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 2⁵ 5 × 3 അല്ലേ. ദെൻ 144നെ അതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 2 × 2 × 2 × 2 × 3 × 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കുക, 2 ആദ്യം എഴുതുക അല്ലേ. ഇനി 2 എത്ര ഉണ്ട്, 1 2 3 4 അല്ലേ. അപ്പോൾ അതിൻ്റെ പവർ ആക്കി 4 എന്ന് എഴുതുക. ഇൻറ്റു പിന്നെ 3 എഴുതുക. 3ക്ക് എത്ര ഉണ്ട്, 2 അല്ലേ, 1 2 അല്ലേ. അപ്പോൾ 3ൻ്റെ പവർ ആക്കി 2 എഴുതുക. അപ്പോൾ 2⁻4 × 3². ഇനി നോക്കൂ, 96 × 144 അല്ലേ, ഇത് രണ്ടും നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇതിനെന്താക്കുക, 2⁵5 × 3 × 2⁻4 × 3⁻2 എന്ന് എഴുതുക. അതാണ് എഴുതിയത്. 2⁵5 × 3 ആണിത്, ഇൻറ്റു 2⁻4 × 3⁻2 അല്ലേ. 3⁻2 എന്നും 3² എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താക്കുക, 2നെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ 2⁵5 × ഇവിടെ ഈ കുഴപ്പമില്ല. അപ്പോൾ 2⁵5 × 2⁴ അല്ലേ, ഇൻറ്റു 3നെ ഒരുമിച്ച് കൊണ്ടുവരിക. 3 × 3² അല്ലേ. ഇനി നോക്കൂ, 2⁵5 × 2⁴ അല്ലേ. അപ്പോൾ 2 ഇത് രണ്ടും 2 ആണ് അല്ലേ. അപ്പോൾ ഒരു 2 എഴുതുക. എന്നിട്ട് അതിൻ്റെ പവർ തമ്മിൽ കൂട്ടുക. 5 + 4 9. ഇനി ഇത് ഇൻറ്റു ഈ 3 അല്ലേ, 2 3 അല്ല. അപ്പോൾ 3 എന്ന് എഴുതുക. ഇനി ഇതിൻ്റെ പവർ 3 വെറും 3 ആണെങ്കിൽ വേറെ ഏത് നമ്പർ എഴുതിയെന്ന് വിചാരിച്ചോ, പവർ ഒന്നും ഇല്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ പവർ 1 ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക കേട്ടോ. അപ്പോൾ ഇത് 3⁻1 ആണ് 3. ഓക്കെ, അപ്പോൾ ഇതിനെ 1 ആക്കി കണക്കാക്കുക. അപ്പോൾ 1 + 2 3 കണ്ടോ, 3⁻3. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ഒരു അപ്പോൾ 2 ആണ് വിചാരിച്ചോ, അതിൻ്റെ പവർ 1 ആണ് കേട്ടോ. 2⁻1 ആണ്. 2 വെറും 2 എഴുതിയാൽ അല്ലെങ്കിൽ വെറും 3 എന്ന് എഴുതി വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ പവർ 1 ആയിട്ടാണ് കണക്കാക്കുക. ഇനി 5 എന്ന് എഴുതിയാൽ 5⁻1 ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ദെൻ ഇനി ഇവിടെ പറഞ്ഞ എന്താണ്, ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 9. 1 to 9 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, നമുക്ക് 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 എഴുതാം അല്ലേ. ഈക്വൽ ടു ഈ 1ൻ്റെ എന്താ 1 അല്ലേ, 1 എഴുതുക. ഇനി 2ൻ്റെ എന്താ 2 തന്നെ എഴുതിയില്ലേ, × 3 × 3 അല്ലേ. ഇനി 4ൻ്റെ നമ്മൾ അറിയാം അല്ലേ, 2 × 2 ആണ് ഫാക്ടറൈസേഷൻ അല്ലേ. അപ്പോൾ 2² എഴുതി. ഇൻറ്റു ഈ 5ൻ്റെ അങ്ങ് എഴുതി. പിന്നെ 6ൻ്റെ 2 × 3 ആണ് അല്ലേ, അത് എഴുതി. ഇൻറ്റു 7ൻ്റെ എന്താണ് 7 തന്നെ അല്ലേ. പിന്നെ 8ൻ്റെ എങ്ങനെ ചെയ്ത് നമുക്ക് 2³ ആക്കി എഴുതാം അല്ലേ. അത് കണ്ടോ, പ്രൈം ഫാക്ടറൈസേഷൻ 2³ ആക്കി എഴുതുക. ഇൻറ്റു 9ൻ്റെ നമുക്ക് 3 × 3 3² ആക്കി എഴുതാം അല്ലേ. ഇനി 2കളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് എഴുതി, ഈ 2² ഇങ്ങോട്ട് എഴുതി. പിന്നെ ഇവിടെ 2 ഉണ്ട് എഴുതി. പിന്നെ ഇവിടെ 2³ ഉണ്ട്, അതും ഇങ്ങോട്ട് എഴുതി. ഇൻറ്റു ഇനി 3കളെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ 3 ഇൻറ്റു ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ.
ഇൻറ്റു പിന്നെ ഇവിടെ ഒരു 3 സ്ക്വയർ ഉണ്ട് അത് എഴുതി അല്ലേ, ബ്രാക്കറ്റിലാക്കുക. ഇൻറ്റു പിന്നെ വേറെ എന്താ ഇവിടെ ഉള്ളത് 5 ആണ് അല്ലേ, ആ 5 എഴുതി ഒറ്റൊന്നേ ഉള്ളൂ അല്ലേ. പിന്നെ വേറെ എന്താ 7 ഒന്നേ ഉള്ളൂ, അത് ഇൻറ്റു എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താക്കാം, ഇതിന് നമുക്ക് ഇതൊക്കെ 2 അല്ലേ, അപ്പോൾ ഒരു 2 എന്ന് എഴുതുക. എന്നിട്ട് മുകളിലത്തെ പവർ തമ്മിൽ നമുക്ക് കൂട്ടുക അല്ലേ. ഇവിടുത്തെ പവർ 1 ആണ്. 1 + 2 2 3 3 + 1 4 4 + 3 എത്രയാ 7 അല്ലേ. അപ്പോൾ 2⁻7 ഇൻറ്റു ഇവിടെ 3ന്റെ പവർ 1 ആണ്, ഇവിടെയും 3ന്റെ പവർ 1 ആണ് അല്ലേ. അപ്പോൾ 1 + 1 2 2 + 2 4 കണ്ടോ 3⁻4 പിന്നെ 5 × 7 എന്ന് എഴുതി. ഇതാണ് എന്ത് ആ പ്രൈം ഫാക്ടറൈസേഷൻ 1 to 9 വരെയുള്ളതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. നൗ ട്രൈ ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം ട്രൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഈച്ച് പ്രോഡക്റ്റ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. ഇതിനെ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 72 × 162 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കണം, പ്രൈം ഫാക്ടറൈസേഷൻ ആദ്യം കാണണം അല്ലേ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ കാണണം എന്നുണ്ടെങ്കിൽ എന്താക്കണം, 72നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ. ഇങ്ങനെ അപ്പോൾ 72ൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ 2ലാണ് നമുക്ക് നോക്കുക അല്ലേ. അപ്പോൾ 72ൽ എത്ര 2 ഉണ്ട്, അപ്പോൾ സൈഡിൽ ചെയ്ത് നോക്കുക. അറിയാത്തവർ 72 / 2 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കുക. എന്നിട്ട് ആ ഉത്തരമാണ് ഇത് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ഇവിടെ 2 എഴുതുക. അപ്പോൾ 72 / 2 ചെയ്താൽ 36 കിട്ടും. അപ്പോൾ 36 ഇവിടെ എഴുതുക. ഇനി 36ൽ എത്ര 2 ഉണ്ട് നോക്കുക. 2 ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ 36ൽ എത്ര 2 ഉണ്ട് നോക്കുക. നിങ്ങൾ സൈഡിൽ എന്താക്കുക, 36 / 2 എന്ന് എഴുതുക. അപ്പോൾ ടീച്ചർ എഴുതി തരണോ? നോക്കുക 36 / 1 ഇത് ഞാൻ ചെയ്തു തരുള്ളൂ കേട്ടോ. നിങ്ങൾ സൈഡ് ചെയ്യുക കേട്ടോ. അറിയാത്തൊരു 36 / 2 എന്ന് എഴുതുക. അപ്പോൾ 3ൽ എത്ര 2 ഉണ്ട് നോക്കുക. 1 അല്ലേ. അപ്പോൾ 1 2 is 2 അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക ഇവിടെ. ദെൻ 3 - 2 എത്രയാണ് 1 ആണ്. ഇനി എന്താണ് ഈ 6 ഇറക്കി എഴുതുക. ഓക്കെ. ഇനി 16ൽ അല്ലേ. 16ൽ എത്ര 2 ഉണ്ട് 8 അല്ലേ. അപ്പോൾ ഇവിടെ 8 എന്ന് എഴുതുക. ഓക്കെ. 8 2s are 60 എന്ന് ഇവിടെ എഴുതുക. ഞാൻ എന്താണ് 60 - 16 എത്രയാണ് 0 ആണ് അല്ലേ. 0 എന്ന് എഴുതുക. ഓക്കെ. ഇനി എന്താ ഇറക്കി ചെയ്താണ്ടോ ഇല്ല അല്ലേ. അപ്പോൾ ഇനി 18 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. ആ ഉത്തരമാണ് എന്താക്കേണ്ടത് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 1 8 ഉണ്ടോ. ഈ ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. ഇതേപോലെ നിങ്ങൾക്കറിയാതെ 72 / 2 ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ 36 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് എന്താണ് നോക്കിയാൽ എന്താണ് 18ൽ എത്ര 2 ഉണ്ട് നോക്കുക. 18ൽ എത്ര 2 ഉണ്ട് നോക്കുക. 2ലുണ്ടല്ലോ അല്ലേ. അപ്പോൾ എത്രയാണ് 18 / 2 എത്രയാണ് 9 അല്ലേ. അപ്പോൾ 9 എന്ന് എഴുതുക. ഇനി 9ൽ 2 ഉണ്ടോ ഇല്ല അല്ലേ. 2ൻ്റെ ടേബിളിൽ 9 ഉണ്ടോക്കിയാൽ ഇല്ല അല്ലേ. അപ്പോൾ 2 5s are 10 ആണ്. 2 4s are എത്രയാണ് 8 ആണ് അല്ലേ. അപ്പോൾ 9 ഇല്ല. അപ്പോൾ ഇനി അടുത്ത നമ്പർ ഏതാ, പ്രൈം നമ്പർ 3 ആണ് കേട്ടോ. 3ലുണ്ടോ നോക്കുക. അപ്പോൾ 3ലുണ്ടോ നോക്കുക. അപ്പോൾ 3ൽ 9 ഉണ്ട് അല്ലേ. എത്ര പ്രാവശ്യം 3 അല്ലേ. 3 3s are 9 അല്ലേ. ഓക്കെ. ദെൻ അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 3ൽ നോക്കുക. 3ൽ എത്ര 3 ഉണ്ട് 3 എന്നല്ലേ. ഓക്കെ. 1 അല്ലേ. ഇവിടെ 1 ആവുന്നവരെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ തെറ്റിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ 1 ആവുന്നവരെ നിങ്ങൾ എഴുതുക. ഇനി സൈഡിലുള്ള നമ്പറൊക്കെ നമ്മൾ എന്താക്കുക, 72 = 2 × 2 × 2 × 3 × 3 എന്ന് എഴുതുക. ഇനി 2ന് എത്ര 2 ഉണ്ട് നോക്കുക. എത്ര ഉണ്ട് 2 എന്ന് എഴുതിയിട്ട് എത്ര 2 ഉണ്ട് 1 2 3 അല്ലേ. അപ്പം 2 ഇട്ടിട്ട് മുകളിൽ 3 പവർ കൊടുക്കുക. പിന്നെന്താണ് ഇൻറ്റു 3 × 3 അല്ലേ. അപ്പോൾ 3 എത്ര ഉണ്ട് 3 അല്ലേ. 2 വർഷം അല്ലേ. അപ്പോൾ 3ക്ക് 2 കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് എഴുതുക അല്ലേ. 2 × 2 × 2 × 3 × 3 എന്ന് എഴുതുക അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈക്വൽ ടു എന്താണ് 2 ഇത് അല്ലേ. 2ൻ്റെ പവർ എത്രയാണ് എത്ര 2 1 2 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക അവിടെ 2⁻³ എന്ന് എഴുതുക അല്ലേ. പിന്നെ ഇൻറ്റു പിന്നെ 3 ഇവിടെ കിടക്കുന്നില്ലേ. ഇൻറ്റു 3 എഴുതുക. 3ക്ക് എത്ര ഉണ്ട് 1 2 അല്ലേ. 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക അതിനെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 72 = 2 × 2 × 2 × 3 × 3 എന്ന് ഇവിടെ എഴുതുക. ഈ സൈഡ് ഈ കിട്ടിയത് ഇങ്ങോട്ട് എഴുതുക. ഈക്വൽ ടു എന്താക്കുക 2 എന്ന് എഴുതുക. 2 എത്ര ഉണ്ട് നോക്കുക. 1 2 3 അല്ലേ. അപ്പം 3 പവർ കൊടുക്കുക. ഇൻറ്റു പിന്നെ 3 എത്ര ഉണ്ട് 3 എന്ന് എഴുതിയിട്ട് 2 എണ്ണമാണ് 3 പവർ 2 എന്ന് കൊടുക്കുക കേട്ടോ. 72ൻ്റെ കിട്ടിയ. ഇനി 162ൻ്റെ നമ്മൾ ചെയ്യണം. ഇതേപോലെ തന്നെ എന്താക്കണം 162ൻ്റെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മൾ 162നെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് 162 2 എന്ന് എഴുതി. അപ്പോൾ 162 / 2 സൈഡിൽ ചെയ്തൊക്കെ അറിയാത്തവർ അല്ലെങ്കിൽ ഇവർ നേരിട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് 16ൽ 2 എത്ര പ്രാവശ്യം 8 അല്ലേ. പിന്നെ
2ൽ എത്ര പക്ഷേ 2 1 അല്ലേ. അപ്പോൾ 81 കിട്ടി. പിന്നെ 3 അല്ലേ. 81 ഡിവൈഡ് 2ലില്ലല്ലോ. 81ൽ 2 ഉണ്ടോ? ഇല്ല അല്ലേ. ഇനി എന്താക്കുക? 3 ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ഇവിടെ 81ൽ 3 നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 27 കിട്ടും. പിന്നെ 27ൽ 3 നോക്കുക, 9 കിട്ടും. 9ൽ 3 നോക്കുക, 3 അല്ലേ. 3 1 അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ. അപ്പോൾ എന്ത് കിട്ടും? 162 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 3 × 3 × 3 അല്ലേ. അങ്ങനെ എഴുതുക ഇവിടെ. അപ്പോൾ നോക്കൂ, 162നെ 2 × 3 × 3 × 3 × 3 എന്ന് എഴുതി അല്ലേ. ഇനി എന്താ അതിനെ പവറാക്കി എഴുതുക. അപ്പോൾ 2ക്ക് വേറെ നമ്പർ ഒന്നുമില്ല. അപ്പോൾ 2 ഒറ്റ എഴുതിയാൽ മതി. 2 × പിന്നെ 3 എഴുതുക. 3ഒക്കെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 3⁴ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 162നെ 2 × 3⁴ എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താക്കുക? ക്വസ്റ്റ്യൻ 72 × 162 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെന്താക്കുക? 72 × 162 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതുക? 6 അപ്പോൾ നമുക്ക് എന്താക്കുക? അതിനെ നമുക്ക് 72 × 162 ഈക്വൽ ടു ഇവിടെ 72 എന്താ കിട്ടിയത്? 2³ × 3² അല്ല. അത് എഴുതി 2³ × 3² എഴുതി ഇൻറ്റു 162 അല്ലേ. 162 എന്താ കിട്ടിയത്? 2 × 3⁴ എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്താക്കുക? ഈക്വൽ ടു 2കളെ ഒരുമിച്ച് എഴുതുക അല്ലേ. അല്ലെങ്കിൽ 2നെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ 2³ × 2 എന്ന് എഴുതുക ഇൻറ്റു 3² × 3⁴ എന്ന് എഴുതുക. അപ്പോൾ എന്താക്കിയത്? 2³ × 2കളെ ഒരുമിച്ച് എഴുതി അല്ലേ. 2³ × 2 എന്ന് എഴുതി ഇൻറ്റു 3² × 3⁴ എന്ന് എഴുതി കേട്ടോ. ഇനി നമ്മൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈ 2ഉം 2 ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? സെയിം നമ്പർ ആണ് അല്ലേ. അപ്പോൾ പവർ എന്താണ്? രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 2⁻³ + 1 അല്ലേ. 2⁻³ + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ. അപ്പോൾ 2⁻4 എന്ന് എഴുതുക ഈക്വൽ ടു 2⁻4. അപ്പോൾ 2⁻4 × 3⁻6 എഴുതുക അല്ലേ. 2⁻3 × 2 അല്ലേ. അപ്പോൾ 2ന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 3 + 1 അല്ലേ. അപ്പോൾ 2⁻4 എന്ന് എഴുതി. ഇനി 3² × 3⁻4 അല്ലേ. അപ്പോൾ 3 ആണ് ഇത് രണ്ടും. അപ്പോൾ 3 എന്ന് എഴുതി. പിന്നെ എന്താ അതിന്റെ പവർ തമ്മിൽ കൂട്ടി അല്ലേ. 2 + 4 6 അല്ലേ. അപ്പോൾ 2⁻4 × 3⁻6 ആണ് എന്ത്? നമ്മളെ ആൻസർ. ഓക്കെ, ഇതാണ് എന്ത്? നമ്മളെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 225 × 135 ആണ് കേട്ടോ. അത് എങ്ങനെ നമുക്ക് ചെയ്യാം? ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം 225ന്റെ കാണുക, പിന്നെ 135ന്റെയും കാണുക. അപ്പോൾ നോക്കൂ, 225 × 135 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആദ്യം എന്താണ്? 225ന്റെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താക്കാം? ഇതേപോലെ ചെയ്യാം. 225 ഓക്കെ. 225ൽ 2 പോകുന്നുണ്ട്. ലാസ്റ്റ് 5 ആണ്. അവിടെ നമുക്ക് 5ന്റെ ഇത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ 5ന്റെ നോക്കുക. അപ്പോൾ 5ൽ നോക്കൂ, 225 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 45 കിട്ടും അല്ലേ. 45ൽ 5 തന്നെയാണ്. ലാസ്റ്റ് 5 ആയതുകൊണ്ട് നമ്മൾ 5 അങ്ങോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ 45ൽ എത്ര 5 ഉണ്ട് നോക്കുക. അപ്പോൾ എത്രയാണ്? 45ൽ എത്ര 5 ഉണ്ട്? 9 ടൈംസ് അല്ലേ. അപ്പോൾ ഇവിടെ 9 എന്ന് എഴുതുക. ഇനി 9 ആണ് ഇതില്ലേ, 5 ഒന്നും അല്ല. അപ്പോൾ ഇനി എന്താണ്? 9ൽ 2 ഉണ്ടോ? ഇല്ല. ഇനി 3 ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 3 എഴുതുക. അപ്പോൾ എന്താണ്? 9ൽ എത്ര 3 ഉണ്ട് നോക്കുക. എത്ര 3 ആണുള്ളത്? 9ൽ 3 ടൈംസ് അല്ലേ. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതി. ഓക്കെ, ഇനി 3ൽ എത്ര 3 ഉണ്ട്? എത്ര ഉണ്ട്? 3 ഉണ്ട്. ഇവിടെ 3 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക? 3ൽ എത്ര 3 ഉണ്ട്? 1 അല്ലേ. അപ്പോൾ 1 എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് 225ന്റെ എങ്ങനെ എഴുതുക? അവിടെ 225 = 5 × 5 എത്ര 5 ആണ്? 2 5 അല്ലേ. 5 × 5 × പിന്നെന്താ 3 × 3 അല്ലേ. 3 × 3 അല്ലേ. അപ്പോൾ 5 × 5 × 3 × 3 ആണ് ഇതാ. ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാ? പവർ ആക്കി എഴുതണം അല്ലേ. അപ്പോൾ 5 എത്ര ഉണ്ട്? 2 എണ്ണമാണ് അല്ലേ. 5 2 എണ്ണം. അപ്പോൾ 5⁻² എന്താ 2 എന്ന് എഴുതുക ഇൻറ്റു പിന്നെന്താണ് 3 എത്ര ഉണ്ട്? 2 അല്ലേ. ഇൻറ്റു 3² എന്ന് എഴുതുക അല്ലേ. അപ്പോൾ ഇതാക്കി 225ന് നമുക്ക് എന്ത് കിട്ടി? 5 × 5 × 3 × 3 = 5² × 3² എന്ന് കിട്ടി അല്ലേ. 5 എത്ര ഉള്ളത്? 2 എണ്ണം അല്ലേ. അപ്പോൾ 5 എന്ന് എഴുതിയിട്ട് മുകളിൽ പവർ 2 കൊടുക്കുക ഇൻറ്റു 3 എത്ര ഉള്ളത്? 2 അല്ലേ. അപ്പോൾ 3ന്റെ പവർ 2 കൊടുക്കുക. അപ്പോൾ 5² × 3² എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 225ന് 5² × 3² എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? 225 × 135 അല്ലേ. അപ്പോൾ 225 കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലേ. 135 കണ്ടുപിടിക്കാൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 135 ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ 135 =
നോക്കൂ 135 ലാസ്റ്റ് 5 ആണ് അല്ലേ. അപ്പൊ നമുക്ക് 5 തന്നെ വെച്ച് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പൊ 5 വെച്ച് ചെയ്യാം. അപ്പൊ എന്താണ് 135 എത്ര 5 ഉണ്ട് നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കുക. 135 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക നിങ്ങൾ ചെയ്ത് നോക്കൂ. 135 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക നമുക്ക് അവിടെ 27 കിട്ടും അല്ലേ. നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ 27 കിട്ടും. എന്നിട്ട് ആ 27 ഇവിടേക്ക് എടുത്തെഴുതുക. പിന്നെ എന്താണ് 27 ആണ് അല്ലേ. അത് 5 ഒന്നല്ല. ഇനി എന്താണ് ഇത് 2ലുണ്ടോ നോക്കുക. 7 ആണ് ലാസ്റ്റ്. അപ്പൊ 2ലില്ല അല്ലെ. ഇനി 3ലുണ്ടോ നോക്കിയേ. 3ന്റെ മൾട്ടിപ്പിൾ എന്ന് ചൊല്ലിയൊക്കെ എന്താണ് 3ലുണ്ട് അല്ലെ. 3 9 ആർ എന്താണ് 27 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കുക അവിടെ 3 എന്ന് എഴുതുക. ഇവിടെ എന്താണ് 9 എന്ന് എഴുതുക അല്ലെ. ഓക്കെ 9 എന്ന് എഴുതുക. ഇനി 9ൽ എന്താണ് 3 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ 9ന്റെ ഇത് അവിടെ എഴുതുക. അപ്പൊ നമുക്ക് എന്താക്കുക ഇങ്ങനെ കിട്ടും അല്ലെ. 135നെ എന്താക്കുക നമുക്ക് ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് കിട്ടും 5 ഇൻറ്റു 3 ഇൻറ്റു എത്ര 3 ഉണ്ട് 3 3 അല്ലെ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ ഇൻറ്റു 1 അല്ലെ. നമുക്ക് ഈ 1 വരെ ചെയ്യാൻ പറയുന്നത് 3 വരെ വെച്ച് നിർത്തുകയൊക്കെ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് തെറ്റിക്കുക. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് 1 വരെ എഴുതാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ 1 വരെ എഴുതുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക തെറ്റിച്ച് ചിലപ്പോൾ ചില നമ്പറൊക്കെ അവിടെ കിട്ടുമ്പോൾ നിങ്ങൾ എന്താക്കുക അത് കഴിഞ്ഞെന്ന് വിചാരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല 1 വരെ കിട്ടുന്നവരെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇനി 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എഴുതി അല്ലേ. ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഇസ് ഈക്വൽ ടു 5 എത്ര ഉണ്ട് 1 ഉള്ളൂ അല്ലെ. അപ്പൊ 5 അങ്ങനെ എഴുതുക. 5 ഇൻറ്റു പിന്നെ 3 അല്ലെ. 3 എത്ര ഉണ്ട് 1 2 3 അല്ലെ. 3 ഉണ്ട്. അപ്പൊ നമുക്ക് പവറാക്കി 3 എന്ന് എഴുതുക കേട്ടോ. അപ്പം 3 ക്യൂബ് എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് 225 ഇൻറ്റു 135 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 225 ഇൻറ്റു 135 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക് ഈക്വൽ ടു എങ്ങനെ ഇതാ 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ഇത് അവിടെ എന്താ കണ്ടേ 225 എന്നുള്ളിടത്ത് എന്താ 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതുക ഇൻറ്റു പിന്നെ 135 എന്നുള്ളിടത്ത് എന്താക്കുക 5 ഇൻറ്റു 3 ക്യൂബ് എന്ന് എഴുതുക കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതിയില്ലേ 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു 5 ഇൻറ്റു 3 ക്യൂബ് എന്ന് എഴുതിയില്ലേ. അപ്പൊ അങ്ങനെ എഴുതുക. ഈക്വൽ ടു എന്താ എഴുതേണ്ടത് 5കൾ ഒരുമിച്ച് എഴുതുക കേട്ടോ. ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ആദ്യം എന്താക്കുക കംപ്ലീറ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നേരിട്ടിട്ട് എണ്ണീട്ടൊക്കെ എഴുതിയാൽ മതിയാവും കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താക്കി 5 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്ന് എഴുതി അല്ലേ. ഇതിന് നമുക്ക് എന്താക്കി 5കൾ ഒരുമിച്ചെടുത്ത് എഴുതി ഇൻറ്റു 3കളെ ഒരുമിച്ചെടുത്ത് എഴുതി അല്ലേ. ഇനി ഈക്വൽ ടു എന്താണ് 5ന്റെ പവർ അല്ലേ. എന്താണ് ഇവിടെ 2 ആണ് ഇത് 1 ആണ് അല്ലേ. അപ്പൊ 5ന്റെ പവർ നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ. 2 + 1 3 അല്ലേ. അപ്പൊ 5⁻³ ഇൻറ്റു പിന്നെ 3 എഴുതുക. ഇത് രണ്ടും എന്താണ് തമ്മിൽ കൂട്ടുക. അതിന്റെ പവർ തമ്മിൽ കൂട്ടുക അല്ലേ. അപ്പൊ 2 + 3 5 അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്. അപ്പൊ നമ്മളെ ആൻസർ എന്താണ് 5⁻³ ഇൻറ്റു 3⁻5 അല്ലേ. അപ്പൊ 225 ഇൻറ്റു 135ന്റെ ആൻസർ എന്താണ് 5 ക്യൂബ് ഇൻറ്റു 3⁻5 ആണ് നമ്മളെ ആൻസർ കേട്ടോ. ഓക്കെ ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാട്ടോ. ബാക്കി എല്ലാ പ്രോബ്ലം അങ്ങനെ ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്താണ് 105 ഇൻറ്റു 175 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക നമ്മൾ അതേപോലെ പവേഴ്സ് ആക്കിയിട്ട് എഴുതുക കേട്ടോ. നോക്കൂ ഇവിടെ 105 ആണ് ആദ്യം ചെയ്യുന്നത്. 105ൽ ലാസ്റ്റ് 5 ആയതുകൊണ്ട് നമ്മൾ എന്താക്കുക 5 തന്നെ എടുത്ത് എഴുതുക കേട്ടോ. 5നോട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 5 എന്താണ് 21 ആണ്. അപ്പോൾ 21ൽ പിന്നെ 2 ഇല്ല 3 ആണ്. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 7 ആണ് അല്ലേ. 7 ആണ്. ഓക്കെ ദെൻ 7 ചെയ്യുക. ദെൻ 7ൽ 2ഉം 3ഉം 5ഉം ഒന്നും ഇല്ല അല്ലേ. 7 തന്നെ. അപ്പോൾ 7 എഴുതുക അവിടെ. അപ്പോൾ 7ൽ എത്ര 7 ഉണ്ട് 1 അല്ലേ. അതങ്ങ് എഴുതുക. ദെൻ അപ്പോൾ ഇങ്ങനെയൊക്കെ 105 ഇസ് ഈക്വൽ ടു എന്താ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എഴുതുക. ഇനി നമുക്ക് എന്താക്കുക 175 ചെയ്ത് നോക്കുക. അടുത്തത് 175 ഇതേപോലെ തന്നെ എന്താക്കുക ചെയ്യുക. അപ്പോൾ 175 ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കുക. 175ൽ ലാസ്റ്റ് 5 ആണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കുക അവിടെ 5 എന്ന് എഴുതുക. അപ്പോൾ 175 ഡിവൈഡ് ബൈ 5 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 105 ഇൻറ്റു 175 എന്നുള്ളത് എന്താ 105 നമുക്ക് എന്താ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടില്ല. ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7 175ൻ്റെ അങ്ങനെ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത് ഈക്വൽ ടു എന്താണ് 5കളെ ഒരുമിച്ച് എഴുതുക അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു പിന്നെ
ആദ്യം 3 ഉണ്ടല്ലോ, ചെറിയ നമ്പർ ആദ്യം എടുക്കുക അല്ലേ. 3 ഉണ്ട് അല്ലേ. 3 ഇൻറ്റു പിന്നെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 7 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. അപ്പോൾ അല്ലേ 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതുക. 3 ഇൻറ്റു പിന്നെ 5കൾ 3 അല്ലേ. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 7 എഴുതുക. ഇനി നമുക്ക് പവർ ആക്കി എഴുതാം കേട്ടോ. ഈക്വൽ ടു 3 ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 3 1 എഴുതിയാൽ മതി. 3 ഇൻറ്റു പിന്നെ എന്താ വരുന്നത് 5 ആണ് അല്ലേ. 5 എത്ര ഉണ്ട് 5 1 2 3 അല്ലേ. അപ്പോൾ 3 മുകളിൽ പവർ ആക്കി എഴുതുക. ഇൻറ്റു 7 ഇൻറ്റു 7 അല്ലേ. അപ്പോൾ ഒരു 7 ആണുള്ളത്. അപ്പോൾ 2 7 ഉണ്ട് അല്ലേ. അപ്പോൾ 7 ഇൻറ്റു എന്താ 5 ഇൻറ്റു 7 എഴുതുക. എന്നിട്ട് 7 എത്ര പവർ ഉണ്ട് 2 അല്ലേ. അപ്പം മുകളിൽ 2 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം 3 ഇൻറ്റു 5 3 അല്ലേ. അപ്പോൾ 5 പവർ 3 അല്ലേ. പവർ 5 റേസ്റ്റ് 3 എഴുതി. ഇൻറ്റു 7 എത്ര 2 അല്ലേ. 7 റേസ്റ്റ് 2 അല്ലേ. അപ്പോൾ നമുക്ക് 105 ഇൻറ്റു 175 എത്രയാണ് 3 ഇൻറ്റു 5 ക്യൂബ് ഇൻറ്റു 7 സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 25 ഇൻറ്റു 45 ഇൻറ്റു 75 ആണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്താ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക 5ൻ്റെ അല്ലേ. 25 ഇൻറ്റു 45 ഇൻറ്റു 75 കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക ആ പവർ ആക്കി എഴുതുക. എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ നമുക്ക് 25ൻ്റെ എങ്ങനെ കിട്ടിയില്ലേ. 5 നോക്കുക. അപ്പോൾ 5 5 25 ആണ്. ഈ 5 എത്ര 5 ഉണ്ട് 1 അല്ലേ. അപ്പോൾ 5 ഇങ്ങനെ എഴുതി. ഇനി അടുത്ത് 45ൻ്റെ നമുക്ക് നോക്കുക. അപ്പോൾ 45ൻ്റെ നമുക്ക് ഇങ്ങനെ കിട്ടി. 45 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 9 കിട്ടും. 9 ഡിവൈഡ് ബൈ 3 എത്രയാണ് നോക്കുക. 3 തന്നെ. 3ൽ 1 അല്ലേ. അപ്പോൾ 45ൻ്റെ ഇങ്ങനെ കിട്ടി. ഇനി 75ൻ്റെ ഒന്ന് ചെയ്യാം. അപ്പോൾ 75ൽ 5 നോക്കുക. അപ്പോൾ 5ൽ എത്ര 25 അല്ലേ. 25 ഇൻറ്റു 5 എത്ര ഓക്കെ. അപ്പോൾ 75 ഡിവൈഡ് ബൈ 5 എത്ര 15 ആണ് അല്ലേ. 15 ഡിവൈഡ് ബൈ 5 3 ആണ്. 3 ഡിവൈഡ് ബൈ 3 1 അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് 25 ഇൻറ്റു 45 ഇൻറ്റു 75 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കിട്ടിയൊക്കെ അവിടെ എഴുതുക അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താക്കി 25ൻ്റെ 5 ഇൻറ്റു 5 എന്ന് എഴുതി. പിന്നെ 45ൻ്റെ 5 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതി. പിന്നെ 75ൻ്റെ 5 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് എഴുതി കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതുക. 25 ഈക്വൽ ടു 5 ഇൻറ്റു 5. പിന്നെ എന്താണ് 45 ഈക്വൽ ടു 5 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതുക. പിന്നെ 75 ഈക്വൽ ടു 5 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് എഴുതുക കേട്ടോ. അങ്ങനെ എഴുതുക. എന്നിട്ട് 25 ഇൻറ്റു 45 ഇൻറ്റു 75 ഈക്വൽ ടു അതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതുക. ഇനി 5ൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ച് നമുക്ക് എഴുതാം അല്ലേ. ഇവിടെ എത്ര 5 ഉണ്ട് ഇവിടെ ഉണ്ട് 1 2 3 4 5 അല്ലേ. അപ്പോൾ 5ന് എന്താക്കുക ഒരുമിച്ച് എഴുതുക. പിന്നെ 3കളെ ഒരുമിച്ച് എഴുതുക അല്ലേ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ ആദ്യം ചെറിയ നമ്പർ നമുക്ക് എഴുതാം. അപ്പം 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ ഇങ്ങനെ എഴുതി 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ. ഇനി എന്തൊക്കെ നമുക്ക് പവർ ആക്കി എഴുതുക. ഈക്വൽ ടു എന്താണ് 3 റേസ് ടു അല്ലേ. 3 പവർ എത്ര 3 എത്ര ഉണ്ട് 1 2 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 3 റേസ് ടു 3 എന്ന് എഴുതാം. അപ്പോൾ 3 റേസ് ടു 3 ഇൻറ്റു 5 എന്ന് എഴുതി. 5 എത്ര ഉണ്ട് തണ്ണി നോക്കുക. 1 2 3 4 5 ഉണ്ട് അല്ലേ. അപ്പോൾ എന്താക്കുക 5 എന്താക്കുക നമ്മൾ 5 5 5 1 2 3 4 5 ഉണ്ടല്ലേ. അപ്പോൾ 5ൻ്റെ പവർ എന്താണ് 5 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ 5ൻ്റെ പവർ 5 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്താ 25 ഇൻറ്റു 45 ഇൻറ്റു 75 എത്രയാണ് 3 ക്യൂബ് ഇൻറ്റു 5 റേസ് ടു 5 ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 25 ഇൻറ്റു 45 ഇൻറ്റു 75 ഈക്വൽ ടു 3 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 5 കേട്ടോ. ഇനി ഈ 3നെ നമുക്ക് 3 ക്യൂബ് വേണമെങ്കിലും വിളിക്കാം. 3 ക്യൂബ് ഇൻറ്റു 5 റേസ് ടു 5 എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 15 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിന് എന്താണ് ഈ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് അല്ലേ. പ്രൈം നമ്പറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ഇൻറ്റു 11 ഇൻറ്റു 12 ഇൻറ്റു 30 ഇൻറ്റു 40 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം അല്ലേ. നമുക്ക് നോക്കാമല്ലേ. നോക്കൂ 1 ഇൻറ്റു 2 ഇൻറ്റു ഇങ്ങനെ എഴുതിയില്ലേ 15 വരെ എഴുതിയില്ലേ. ഇനി നമുക്ക് എന്താണ് എങ്ങനെ എഴുതാം ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് 2 അല്ലേ. 2 ഇൻറ്റു എങ്ങനെ എഴുതാം 2 ഇൻറ്റു പിന്നെ എന്താണ് 3 ഇൻറ്റു 3ൻ്റെ ഇതെന്താണ് 3 തന്നെ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു പിന്നെ എന്താണ് 4ൻ്റെ എന്താ നമുക്ക് 2 ഇൻറ്റു 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു പിന്നെ എങ്ങനെ എഴുതാം 4 5 അല്ലേ. ഇൻറ്റു 5നെ 5 എന്ന് എഴുതാം. ഇൻറ്റു 6 അല്ലേ. 6നെ നമുക്ക് എങ്ങനെ എഴുതാം 2 ഇൻറ്റു 3 എന്ന് എഴുതാം കേട്ടോ. 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇനി അടുത്ത 7 അല്ലേ. അത് 7 തന്നെ ഇൻറ്റു 7 എന്ന് എഴുതുക. ഇനി അടുത്ത എന്താണ്
8 അല്ലേ? 8ൻ്റെത് എങ്ങനെയാണ് നമുക്ക് എഴുതാം? 8ൻ്റെ എങ്ങനെയാ? 2 × 2 × 2 എന്ന് എഴുതാം അല്ലേ? 2 × 2 4 ആണ്, 4 × 2 8 അല്ലേ? ഇൻറ്റു ഇനി എന്താ 9ൻ്റെ ആണ് അല്ലേ? 9 നമുക്ക് എന്താക്കാം? 3 × 3 എന്ന് എഴുതാം അല്ലേ? 3 × 3 ദെൻ ഇൻറ്റു 3 × 3 ഇൻറ്റു അവിടെ സ്ഥലം ലേറ്റ് ആണ് കേട്ടോ, താഴെ നിന്ന് ഇൻറ്റു. ഇനി അടുത്ത ഏതാണ് വരുന്നത്? 9ൻ്റെ കഴിഞ്ഞു 10 ആണ് അല്ലേ? 2 × 5 എന്ന് എഴുതാം അല്ലേ? പ്രൈം ഫാക്ടർ ആക്കി എഴുതണം. അപ്പോൾ പ്രൈം നമ്പർ എന്നാണ്? പ്രൈം നമ്പർ പറയുമ്പോൾ 2 3 5 7 11 13 അതൊക്കെയാണ് വരുന്നത് അല്ലേ? 11 13 17 അങ്ങനെ വരും. അപ്പോൾ പ്രൈം ഫാക്ടർ ആക്കി തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്? 9 കഴിഞ്ഞു, ഇനി 10 ആണ് അല്ലേ? 2 × 5 അല്ലേ? 2 × 5. പിന്നെ അടുത്ത 11 ആണ്. ആ 11 നമുക്ക് എന്താക്കാം? 11 തന്നെ ആക്കി എഴുതാം. 11 പ്രൈം ഫാക്ടർ ആണ്. ഇൻറ്റു ഇനി 12 അല്ലേ? 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം അല്ലേ? 2 × 2 4 4 × 3 12 ആണ് അല്ലേ? 2 × 2 × 3 എഴുതി അല്ലേ? ഇൻറ്റു ഇനി എന്താണ്? 13 ആണ് അല്ലേ? അപ്പം ആ 13 നമുക്ക് എന്താക്കാം? 13 തന്നെ എഴുതാം. ഓക്കെ, 13 ഇൻറ്റു പിന്നെന്താണ്? 14 ആണ് അല്ലേ? 14 നമുക്ക് എന്താക്കാം? 2 × 7 എന്ന് എഴുതാം കേട്ടോ. 2 7 14 അല്ലേ? പിന്നെന്താണ്? അടുത്ത 15 ആണ് അല്ലേ? 15 നമുക്ക് എന്താക്കാം? 3 × 5 എന്ന് എഴുതാം. ഓക്കെ, 3 × 5 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ദെൻ അടുത്ത എന്താണ് അപ്പോൾ വരുന്നത്? ഈക്വൽ ടു ഇനി എന്താക്കുക? രണ്ടുകളെയൊക്കെ ഒരുമിച്ച് എഴുതുക അല്ലേ? രണ്ടുകളൊക്കെ ഒരുമിച്ച് എഴുതുക. പിന്നെന്താണ്? മൂന്നുകളെയൊക്കെ ഒരുമിച്ച് എഴുതുക. നാലിലല്ലേ? അഞ്ചുകളൊക്കെ ഒരുമിച്ച് എഴുതുക. ഏഴുകളൊക്കെ ഒരുമിച്ച് എഴുതുക. പിന്നെ അടുത്ത പ്രൈം നമ്പർ ചെയ്താൽ 11 11നെ ഒരുമിച്ച് എഴുതുക. 13നെ ഒരുമിച്ച് എഴുതുക അല്ലേ? പിന്നെ 17 ഇല്ലല്ലോ. അപ്പം അങ്ങനെ എല്ലാത്തിനും എന്താക്കുക? ഒരുമിച്ച് എഴുതുക. നമുക്ക് ഇത് എത്ര 2 ഉണ്ട് നോക്കിയേ? എത്ര 2 ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 അല്ലേ? 11 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2 × 2 × എഴുതിയിട്ട് അല്ലെങ്കിൽ എന്താക്കുക? നമുക്ക് 2 raised to എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ എഴുതാം അല്ലേ? 2 raised to എത്ര നമുക്ക് കിട്ടിയത്? എത്ര? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 raised to 11 × 3 raised to 6 × 5 cube × 7 square × 11 × 30 അല്ലേ? അപ്പോൾ 2 എത്ര ഉണ്ട്? 2 നാല് എഴുതി അല്ലേ? അപ്പോൾ 2 എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക അതിൽ അല്ലേ? അപ്പോൾ എത്ര? 11 അപ്പോൾ raised to 11 എഴുതുക. ഇൻറ്റു പിന്നെ 2 × 3 ആണ് അല്ലേ? 3 എന്ന് എഴുതുക. 3 എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക. അപ്പോൾ 6 എണ്ണാണ്. 6 എന്ന് എഴുതുക. ഇൻറ്റു പിന്നെ അടുത്ത് 5 ആണ്. 5 എന്ന് എഴുതുക. 5 എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക. 3 ആണ്. 5 raised to 3 എഴുതി. ഇൻറ്റു ഇനി 7 ആണ്. 7 എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക. 2 ആണ്. 2 എന്ന് എഴുതി. ഇൻറ്റു പിന്നെ 11 എഴുതുക. 11 എത്ര ഉണ്ട്? 1 ആണ് ഉള്ളത്. അത് 11 ഇൻറ്റു ഇനി 13 എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക. 13 എഴുതുക. 30 എത്ര ഉണ്ട്? 1 ഉള്ളത് അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? 1 to 15 ഉള്ളതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 raised to 11 × 3 raised to 6 × 5 raised to 3 × 7 raised to 2 × 11 × 13 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഹിയർ കൺസിഡർ ദ നമ്പേഴ്സ് ഫ്രം 1 to 25. എന്താണ്? 1 മുതൽ 25 വരെയുള്ള നമ്പർ എടുക്കുക അല്ലേ? അതിൽ വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 2 ബട്ട് നോട്ട് ബൈ 4 അല്ലേ? എന്താണ്? 1 മുതൽ 25 വരെ ഉള്ളതിൽ എന്താണ്? 2നോട് ഡിവിസിബിൾ ചെയ്യുക അല്ലേ? അതായത് ഈവൻ നമ്പർ എടുക്കുക അല്ലേ? പിന്നെ ബട്ട് നോട്ട് ബൈ 4 അതിലെന്താണ്? 4ൽ ഇതാക്കാനും കഴിയരുത് അല്ലേ? അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാ? 2 6 10 14 18 22 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8. അതിൽ 4 ഡിവിസിബിൾ ആവാം ബട്ട് 8 ആവരുത് അതിൽ അല്ലേ? അപ്പോൾ 4 ഡിവിസിബിൾ ആവുന്ന ഈ 2 ഡിവിസിബിൾ ആവുന്ന എന്താ? ഈവൻ നമ്പർ അല്ലേ? 2 4 6 8 10 12 14 16 18 20 22 24 അല്ലേ? അതാണ് എന്താണ് ഡിവിസിബിൾ ആവുന്നത് അല്ലേ? പക്ഷെ അത് ആ കിട്ടിയ ഉത്തരത്തിൽ എന്താണ്? 4 ആവും ചെയ്യരുത് അല്ലേ? അപ്പോൾ അതിൽ എന്താ? 4ന്റെ മൾട്ടിപ്പിൾ ഒക്കെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇത് കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? കൺസിഡർ 1 to 25 തന്നെ ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ? ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 4ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ്? 4 8 12 16 പിന്നെ ഏതാ വരുന്നത്? 16 20 24 അല്ലേ? അപ്പോൾ അതിലെന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവരുത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 4 എഴുതാം അല്ലേ? നമുക്ക് 4 എഴുതാം. പിന്നെയോ 8 എഴുതാൻ പറ്റില്ല അല്ലേ? പിന്നെ 12 എഴുതാം. പിന്നെ 4 12 പിന്നെ 16 പറ്റൂല. പിന്നെ 20 എഴുതാം അല്ലേ? 20 എഴുതാം. അപ്പോൾ 4 ഏതൊക്കെയാണ് ഇത്? 4
അപ്പോൾ ഏതാണ് 4, 12, 20 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ നമ്പർ ഫ്രം 1 to 25. 1 to 25 വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 8. അതിൽ 8ന്റെ ഡിവിസിബിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ 8ന്റെ ഡിവിസിബിൾ? 8, 16, 24 അല്ലേ. അതിൽ ബട്ട് നോട്ട് ബൈ 16. 16ന്റെ ഡിവിസിബിൾ ആവരുത് അല്ലേ. അപ്പോൾ 16ന്റെ ഡിവിസിബിൾ അല്ലാത്തതും ആവണം. 8ന്റെ ഡിവിസിബിൾ ആവുന്നത് ഏതാണെന്ന് ചോദിച്ചല്ലേ. അപ്പോൾ 16 നമുക്ക് ഒഴിവാക്കാം അല്ലേ. പിന്നെ 16ന്റെ മൾട്ടിപ്പിൾ പറയുന്നത് 32 ആണ്. അപ്പോൾ 32 അതിലില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആൻസർ വരുന്നത്? 8ഉം 24 അല്ലേ. 8, 24. ഓക്കെ, 8ഉം 24 ആണ് വരുന്നത് കേട്ടോ. 1 to 25ന്റെ ഇടയിലുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 16. അതിൽ ഏതൊക്കെയാണ് 16നോട് ഡിവിസിബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് 16നോട് ഡിവിസിബിൾ ആയിട്ടുള്ളത്? ഓൺലി 16 അല്ലേ. ഏതാണ്? 16 തന്നെ അല്ലേ. ഓക്കെ, അടുത്ത എന്താ? വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 25 വിത്തൗട്ട് റിമൈൻഡർ. ഇവിടെ എന്താണ്? വാട്ട് ഈസ് ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 25 വിത്തൗട്ട് റിമൈൻഡർ. റിമൈൻഡർ ഇല്ലാതെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഹയസ്റ്റ് പവർ ഓഫ് 2? ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 25. 1 to 25 ഹയസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് 2ന്റെ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്? 22 ആണ് കേട്ടോ. എത്രയാണ്? 22. ആ 22 എങ്ങനെയാണ് കിട്ടുക? ഓക്കെ, 22. അപ്പോൾ 2ന്റെ 1 to 25 വരെ നമ്മൾ എഴുതി വെക്കുക അല്ലേ. അപ്പോൾ 2ന്റെ എന്താണ്? 2 raised to 1 ആണ്. പിന്നെ 3 equal to 3 അല്ലേ. 4ന്റെ 2 into 2 അല്ലേ. 2 into 2 പറഞ്ഞാൽ 2ന്റെ പവർ എത്രയാണ്? 2ന്റെ പവർ എത്രയാണ്? 2 അല്ലേ. 2 raised 2 square ആണ് 2 into 2 അല്ലേ. പിന്നെ എന്താണ് അടുത്ത് വരുന്നത്? 4, 5, 6, 2 into 3 അല്ലേ. 2ൽ അവിടെ പവർ എത്ര വരുന്നത്? 1 ആണ് അല്ലേ. അപ്പം 6 വരെ എത്ര വന്നു? ആദ്യം 2ന്റെ 1, പിന്നെ 4ന്റെ 1 അല്ലേ. അപ്പോൾ 2ന്റെ 1ഉം 4ന്റെ 2 അല്ലേ. അപ്പോൾ 3 വന്നു അവിടെ. പിന്നെ എത്രയാണ്? ഇപ്പോൾ ഏതാ? 4 അല്ലേ. പിന്നെ 6ന്റെ 1 വന്നു. 2 into 3 അല്ലേ. അപ്പോൾ എത്രയായി? 4 വന്ന്. അങ്ങനെ നമ്മൾ 1 മുതൽ 25 വരെ അല്ലേ 2ൽ പവർ എത്ര എണ്ണം വരുന്നുണ്ട് നോക്കുക. അത് 22 ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 25. എന്താണ്? 1 to 25 വരെയുള്ള പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുക. 1 into 2 into 3 into 4 into അങ്ങനെ 25 വരെ എടുക്കുക. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 5 വിച്ച് ഡിവൈഡ്സ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഹയസ്റ്റ് പവർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വിത്തൗട്ട് റിമൈൻഡർ വരാത്തത്. അപ്പോൾ എന്തായിരിക്കും ഹയസ്റ്റ് പവർ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 1 to 25 ആണല്ലേ. 5ന്റെ ഹയസ്റ്റ് പവർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 to 25 5ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഏതൊക്കെയാണ്? 5 വരും അല്ലേ. പിന്നെ വരുന്നത് 10 വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? ടീച്ചർ എഴുതരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നോക്കൂ, 5നെ നമ്മൾ 1 to 25 5ന്റെ ഇതെന്ന് പറയുന്നത് ഏതാണ്? 5, 10, 15, 20, 25 ആണ് അല്ലേ. അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 5ന്റെ 5 അല്ലേ. 10 into 2 into 5, 15ന്റെ 3 into 5, 20 into 2 into 2 into 5, 25 into 5 into 5 അല്ലേ. ഇനി നോക്ക്, ഇതിന്റെ എന്താണ് പവർ എത്രയാണ്? ഇവിടെ 1 ആണ് അല്ലേ. ഇതിന്റെ പവർ 1 ആണ്. ഇവിടെയും 1 ആണ്. ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെ 1, 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ഈ പവറുകളൊക്കെ ഒന്ന് കൂട്ടുക അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ 5 raised to 6 ആണ് കേട്ടോ അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വരുന്നത്? 5 power 6 കേട്ടോ. 5 power 6 കേട്ടോ. 5 power 6 ആണ് എന്ത് നമ്മുടെ ആ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഹയസ്റ്റ് പവർ ഓഫ് 10 ഡിവൈഡിങ് ദിസ് പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് പവർ ഓഫ് 10 ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണോ? അല്ല. ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2, 3, 5, 7, പിന്നെ ഏതാണ്? 11, 13, 17 എക്സെട്ര അല്ലേ. ആ നമ്പറിനോടും 1നോടും മാത്രം ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പർ എന്താണ്? ആണെന്ത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 10 എന്ന് പറയുമ്പോൾ എന്താണ്? 2 into 5 എന്ന് എഴുതാം അല്ലേ. നമുക്ക് 10നെ എന്താണ്? 2 into 5 എന്ന് എഴുതാം നമുക്ക് 10നെ അല്ലേ. അപ്പോൾ 2ന്റെ പവർ 1 to 25ന്റെ ഇടയിൽ 2 into 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? 1 to 25 എന്താണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 2ന്റെ എത്ര ഉണ്ട് അല്ലേ. എത്രയാണ് 2ന്റെ ഉള്ളത്? 22 ആയിരുന്നു അല്ലേ. 2ന്റെ പവർ 22 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? 1 into 2ന്റെ ഇടയിലുള്ളത്.
അപ്പോൾ നേരത്തെ 1 × 25 ഇടയിലുള്ള 2ന്റെ പവർ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ല 22 എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് 2 എഴുതി അല്ലേ. ഇനി എന്താണ് ഇവിടെ നമ്മൾ 1 × 25 ഇടയിലുള്ള 5ന്റെ പവർ എത്രയാണ് 6 എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണോ കുറവ് അതായിരിക്കും എൻ്റെ ഹയസ്റ്റ് പവർ ഓഫ് 10 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് 6 കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ 6 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 6 എന്നുള്ള എന്തൊക്കെ 10ന്റെ പവറാണ് കേട്ടോ. അപ്പോൾ 10⁻6 എന്ന് നമുക്ക് എഴുതാം കേട്ടോ. എന്താണ് 10⁻6 കേട്ടോ. അതിൻ്റെ ചെറുത് ഏതാണോ അതായിരിക്കും അതിൻ്റെ പവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 10⁻6 അല്ലേ. അപ്പോൾ അതാണ് 10⁻6. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് 10ന്റെ പവറാക്കി എഴുതുമ്പോൾ 10⁻6 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അത് മനസ്സിലായോ 10⁻6 എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് 1 to 25 ഒന്നുകൂടി പറഞ്ഞുതരാം. 1 to 25ന്റെ ഇടയിലുള്ളത് പവർ എന്ന് പറയാം 2ന്റെ പവർ എന്ന് പറയാം 22 ആണ്. നമ്മൾ കഴിഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ എന്താണ് 5ന്റെ ഹയസ്റ്റ് പവർ എത്രയാണെന്ന് നമ്മൾ 5⁻6 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 2 × 5 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ 2ന്റെയും പവർ എഴുതി. ഇനി ഇതിൽ ചെറുത് ഏതാണോ അതാണ് 10ന്റെ പവർ ആക്കി എടുക്കുക. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഹയസ്റ്റ് പവർ ഓഫ് 10 ഡിവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് വിത്തൗട്ട് റിമൈൻഡർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് 10⁻6 ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കൂ, ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത്, അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത്. 1 to 25 എത്ര സീറോസ് ആ പ്രോഡക്റ്റിൽ എത്ര സീറോസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ 10ന്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ് അല്ലേ. അപ്പോൾ എന്താണ് 6 0 ഉണ്ടാവും അല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക് ഹൗ മെനി സീറോസ് ഡസ് ദിസ് പ്രോഡക്റ്റ് എൻഡ് വിത്ത് എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. എത്രയാണ് ആൻസർ 6. ഇതിന് ആൻസർ 6. എത്ര 0 ഉണ്ടാവും എന്ന് വെച്ചാൽ 6 ആണ് കേട്ടോ. ഓക്കെ, 1 to 25 ഈ 10 കിടക്കുന്നത് അല്ലേ. അതിൽ 10⁻6 ആണല്ലോ. അപ്പോൾ 10⁻6 എന്ന് പറഞ്ഞാൽ എന്താ 10 × 10 × 10 × 10 × 10 × 10 അല്ലേ. അതിന് ചെയ്താൽ എത്രയാണ് 6 0 അല്ലേ വരുന്നതിൽ. അപ്പം എന്താണ് 6 സീറോസ് ആണ് ഉണ്ടാവുക ഈ പ്രോഡക്റ്റിൽ എൻഡിൽ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 6 സീറോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ടീച്ചർ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ അടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.